എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് പലരും ചെക്ക് ചെയ്യാറുണ്ട്. ഓവുലേഷൻ കിറ്റ് ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ ഓവുലേഷൻ നടന്നോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഈ ഓവുലേഷൻ കിറ്റ് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ LH സർജ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. LH സർജ് എന്ന് പറഞ്ഞാൽ ഈ ഓവുലേഷന് മുൻപ് നമ്മുടെ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി LH എന്ന ഹോർമോൺ കുത്തനെ ഒരുപാട് അളവിൽ പെട്ടെന്നങ്ങ് ഉൽപ്പാദിപ്പിച്ച് ബ്ലഡിലേക്ക് വിടും. ഈ LH സർജ് തുടങ്ങി ഏകദേശം ഒരു 36 മണിക്കൂർ ആകുമ്പോഴേക്കുമാണ് സാധാരണ രീതിയിൽ ഓവുലേഷൻ നടക്കുന്നത്. മിക്കവാറും സമയങ്ങളിൽ LH സർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കാറുണ്ട്. എന്നാൽ അപൂർവം ഇങ്ങനെ LH സർജ് ഉണ്ടായിക്കഴിഞ്ഞാലും ഓവുലേഷൻ നടക്കാതെ ആ ഒരു ഫോളിക്കിൾ ഉണ്ടല്ലോ, അത് ലൂട്ടിനൈസ്ഡ് അൺറപ്ചേർഡ് ഫോളിക്കിൾ ആയിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കും. അത് എപ്പോഴാണ് ആർക്കാണ് വരിക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനും പറ്റില്ല. അതുമാത്രമല്ല ഈ PCOS, PCOD ഇതൊക്കെ ഉള്ളവരിൽ LHന്റെ ലെവല് അല്ലെങ്കിൽ തന്നെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഓവുലേഷൻ കിറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രിമച്യൂർ ആയിട്ട് ഈ അണ്ടമെല്ലാം മൂപ്പെത്തുന്നതിന് മുൻപ് തന്നെ LHന്റെ അളവ് കുറച്ച് കൂടുതലായി കാണിക്കുവാനുള്ള സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ആ സമയത്ത് ഈ അണ്ടം ശരിക്കും മൂപ്പെത്തിയിട്ട് പോലും ഉണ്ടാകില്ല, ഓവുലേഷൻ നടക്കാനുള്ള സമയവും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ആ ഒരു മിസ്കാൽക്കുലേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഈ വസ്തുതകളെല്ലാം നമ്മൾ ഓർത്ത് വെക്കണം നമ്മൾ ഈ ഓവുലേഷൻ കിറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത്. വാസ്തവം പറയുകയാണെങ്കിൽ ഈ ഓവുലേഷൻ കിറ്റ്സ് ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മൾ ഈ സെർവൈക്കൽ മ്യൂക്കസും അതിൽ വരുന്ന മാറ്റങ്ങളും കൂടി ശ്രദ്ധിക്കാൻ പറ്റിയാൽ നമുക്ക് ഈ ഓവുലേഷൻ അടുക്കാറായോ ഇല്ലയോ എന്നത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. സെർവൈക്കൽ മ്യൂക്കസ് നമ്മൾ എങ്ങനെയാണ് നോക്കി ചാർട്ട് ചെയ്യേണ്ടതും അതേപോലെ അത് പ്രതികൂലമാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അനുകൂലമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് എല്ലാമുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ഗർഭമാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോകൾ എന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെർവൈക്കൽ മ്യൂക്കസിനെ കുറിച്ച് 3 വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 3 വീഡിയോകളും ഒന്ന് കാണാൻ പറ്റി അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നാവും കേട്ടോ.